എന്തുണ്ട് വിശേഷം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി പ്രതിനായകനായ വിനായകൻ നായനായ ചിത്രം കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ ഞാൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചില്ലായിരുന്നു. കാരണം കളക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇച്ചിരി തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇന്ന് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബുധനാഴ്ച ദിവസത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത് 4 കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് ഇന്നലെ 2,45,00,000 രൂപയാണ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ചിത്രം. അതിൽ 2,10,00,000 രൂപയും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിൽ ആവറേജ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതിന് കളക്ഷൻ വൻ ഇടിവ് നേരിടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വന്നപ്പം കളക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാകുന്നത്. കർണാടകത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്ത് 12,00,000 രൂപയാണ്. കർണാടക കളക്ഷൻ 2,25,00,000 രൂപയിലേക്ക് എത്തി. ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 3,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്ത് 32,00,000 രൂപയിലേക്ക് എത്തി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 15,00,000 രൂപയാണ്. 1,63,00,000 രൂപയാണ് തമിഴ്നാട്ടിലെ ടോട്ടൽ കളക്ഷൻ. കേരളത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ 2,10,00,000 രൂപയാണ്. 23,60,00,000 കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തതായിട്ട് കാണുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ ബെൽറ്റിൽ നിന്ന് 5,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്ത് 80,00,000 രൂപയാണ് ഇന്ത്യ ബെൽറ്റിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളക്ഷനൊക്കെ ഇന്ത്യ ഗ്രോഫ് 28,60,00,000 രൂപയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ 29,90,00,000 ഇന്ത്യ ഗ്രോഫ് 28,60,00,000 ഏകദേശം രണ്ടും കട്ടക്കി നിൽക്കുന്നു. അങ്ങനെ 58,50,00,000 രൂപയാണ് ഇതിൻ്റെ ഇന്നലെ വരെയുള്ള കളക്ഷൻ. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കളങ്കാവൽ 100 കോടി നേടുമോ ഇല്ലയോ? ഞാനും ആകപ്പാടെ ആകാംക്ഷ തന്നെയാണ്. മമ്മൂട്ടിയുടെ ആദ്യമായൊരു 100 കോടി ചിത്രം എന്നുള്ളത് എനിക്കൊരു സന്തോഷം തന്നെയാണ്. മമ്മൂട്ടിയെപ്പോലെ ഒരു വലിയ മലയാളത്തിലെ ഒരു സൂപ്പർ നടൻ്റെ സിനിമ 100 കോടി നേടുക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ കണക്കിന് പോയാൽ കളങ്കാവൽ 100 കോടി എന്നുള്ള സ്വപ്നം സഫലീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമാണ്. നമ്മൾ പലതവണ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തന്നെ എടുത്തു നോക്കി, ഒരാഴ്ച കൊണ്ട് ഇത് കളക്ട് ചെയ്തത് ഏകദേശം 58,50,00,000 ഇന്നത്തെ കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 4 കോടി രൂപയ്ക്ക് അടുത്താണ്. അങ്ങനെ 2,50,00,000 എത്തും എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ തന്നെ ഇനിയും 10-40 കോടി രൂപ ഒരാഴ്ച കൊണ്ട് ഇത് പിന്നിടണം എന്നുള്ളതാണ്. ബബ്ബബ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞ പുതിയത് ഈ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്നൊരു ശീലമുണ്ട്. ഇത് വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുറകെ പോകുന്നത് മലയാള സിനിമയുടെ ഒരു ശീലമാണ്. അതങ്ങനെ ഒരു ഇതാണ്. കാരണം തിയേറ്ററിൻ്റെ എണ്ണം വളരെയധികം കുറവ്. 450 തിയേറ്ററുകളാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് ബബ്ബബ. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും തിയേറ്ററിൻ്റെ എണ്ണം കുറയുമ്പോൾ അതിനനുസരിച്ച് കളക്ഷൻ കുറയുമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഏകദേശം ലക്ഷങ്ങളിലേക്ക് എത്തും എന്നുള്ളത് 100% അർത്ഥം. അങ്ങനെയെങ്കിൽ ഇത് 100 കോടി കണക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ കേരള കളക്ഷൻ അല്പം കുറഞ്ഞാലും വിദേശ കളക്ഷനിൽ നിന്നായിരുന്നു ഇത് പിക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മൾ ആദ്യ ഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പം കേരളത്തിൽ 5 ആണെങ്കിൽ വിദേശ കളക്ഷൻ 15 ഒക്കെ വരുമായിരുന്നു. അപ്പം കേരളത്തിനേക്കാൾ മികച്ച കളക്ഷൻ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 4,95,00,000 കേരളത്തിൽ നേടിയിരിക്കുമ്പോൾ ഏകദേശം 15,70,00,000 നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കാര്യം ഗൾഫ് നാടുകളിൽ തൂത്തുവാരി എന്ന് പറഞ്ഞാൽ അത് വിദേശ കളക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 3-4 ദിവസം മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ വലിയ ഹൈപ്പ് നിൽക്കുന്ന ചിത്രമാകും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഓവർസീസ് കളക്ഷൻ 29,90,00,000
കേരള ഇന്ത്യ ഗ്രോഫ് ആകുമ്പോൾ 28,60,00,000. ആദ്യ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. അപ്പം അവിടുത്തെ കളക്ഷൻ കുറഞ്ഞു തുടങ്ങി. അപ്പം ബബ്ബബായും കൂടെ വന്നു കഴിയും പൂർണ്ണമായിട്ട് മാറുമെന്ന് ഏകദേശം ഉറപ്പാണ്. അതും കേരളത്തിലെ അവസ്ഥ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഇത് പരമാവധി കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ശനിയും ഞായറുമാണ്. ശനിയും ഞായറും 2 ദിവസം കൊണ്ട് കളങ്കാവല ചിത്രം 15-20 കോടി റേഞ്ചിൽ 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കേണ്ടി വരും കളങ്കാവൽ 100 കോടി കടക്കില്ലായി. അത് വിഷമിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ റിലീഫിൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. ഗൾഫിൽ ഉള്ള മെസ്സേജൊക്കെ നമുക്ക് കമൻ്റായിട്ട് വരുന്നു. 27-ാം തീയതി റിലീഫ് ചെയ്തെങ്കിൽ 5 ദിവസം തുടർച്ചയായിട്ട് അവിടെ അവധി ദിവസമായിരുന്നു, വമ്പൻ കളക്ഷൻ നേടുമെന്ന്. അത് പറഞ്ഞത് കൃത്യമാണ്. കാരണം ഈ ഓവർഫീസ് കളക്ഷൻ്റെ 29 കോടി 90 ലക്ഷത്തിലെ 75% കിട്ടിയിരിക്കുന്നത് ഗൾഫ് നാടുകളിൽ നിന്നുള്ളതാണ്. അപ്പോൾ 5 ദിവസം തുടർച്ചയായിട്ട് അവധിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവസ്ഥ ഇപ്പോൾ അത് 300 കോടി ഇപ്പം കടന്നേനെ. പക്ഷേ എന്തോ മണ്ടത്തരം കാണിച്ചു. അത് നമ്മൾ ഈ ചിത്രം റിലീഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാം. കേരളത്തിലെ തന്നെ അവസ്ഥ നമുക്കറിയാമല്ലോ, ഇലക്ഷൻ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പല, ഇനി വോട്ടെണ്ണൽ, അത് കഴിയുമ്പോഴത്തേന് ഇത് പഴയ സിനിമയായി മാറും. അതാണ് അവസ്ഥ. അപ്പം പുതിയ പടം എന്നാ OTT വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന മലയാള പ്രേക്ഷകരാണ് കൂടുതൽ. അതാണ് ഈ ചിത്രത്തിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇത് നമ്മളിത് പറയുമ്പം അവൻ മനഃപൂർവ്വം പടത്തിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നൊക്കെ പലരും പറയും. നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം മമ്മൂട്ടിയുടെ അടുത്ത കാലത്ത് 2025 സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രമാണ്. അതിപ്പോഴും ഞാൻ പറഞ്ഞില്ലേ 60 കോടി ഇന്നും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ 60 കോടി പിന്നിടുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോഴും പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്നത് 49 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു 1.5-1.25 കോടി രൂപയ്ക്ക് അടുത്തേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഒരു 1.25-2 കോടി രൂപയ്ക്ക് അടുത്ത ഉള്ള തുകയാണ് കേരളത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. വേൾഡ് വൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3.5-4 കോടി റേഞ്ചിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് 60 കോടി 62 കോടിയിലേക്ക് ചിത്രം എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നെയും കിടക്കുകയാണ്. അതാണ് അവസ്ഥ. അതുപോലെ കേരളത്തിൽ നിന്ന് 50 കോടി നേടുമോ മമ്മൂട്ടിയുടെ ഒരു ചിത്രം? കേരളത്തിൻ്റെ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 50 കോടി നേടുക എന്നൊക്കെയുള്ളത് വിദൂരമായ സാധ്യതമായിട്ട് മാറുന്നു. ഇനിയിപ്പം 23,60,00,000 രൂപയായുള്ളൂ കേരളത്തിൽ നിന്ന് നേടിയിട്ട്. ഇപ്പം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പിന്നെ ഇത് എത്രയും പെട്ടെന്ന് 100 കോടി കടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന നായകനോട് വിരോധമോ കളങ്കാവിൻ്റെ വിരോധമോ ഉള്ളതെന്ന് പറയുന്നതല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുള്ളൂ. പലരും നമ്മളോട് കമൻറ്റ് ചെയ്ത് നോക്കും 100 കോടി കടക്കുമോ. അതിനൊരു മറുപടി എന്ന് മാത്രം കണ്ടു. ഏതായാലും കടക്കട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം.